സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിലൊക്കെ, അതല്ലേ, കട്ടർ ടൂൾ മെറ്റീരിയൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഓക്കെ, നൗ let us study about indexing. Okay, മില്ലിംഗ് മെഷീൻ എൻ്റെ പാർട്ടായിട്ട് വരുന്ന ഇൻഡെക്സിങ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രോസസ്സ്, അല്ലെങ്കിൽ എങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സിങ് ഹെഡ്, ആ ഒരു പോർഷനാണ് നമ്മൾ ഇനി നോക്കുന്നുള്ളത്. ഓക്കെ, സോ ഫോർത്ത് മോഡ്യൂളിലെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കാണ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, so you have to study what is indexing. Normally ഒരു 6 to 7 മാർക്സിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു കാര്യമാണ്, ഒരു ക്വസ്റ്റ്യനാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ ഇൻഡെക്സിങ്, അതായത് ജസ്റ്റ് തിയറിയാണ്, പ്രോബ്ലമാറ്റിക് ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇൻഡെക്സിങ് എന്താണ്, വാട്ട് ഈസ് ഇൻഡെക്സിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സിങ്, explain simple indexing and explain differential indexing, like that. Direct questions are ഉണ്ടാവാറ്. Okay, so before going to indexing, so എന്താണ് ഇൻഡെക്സിങ്, എന്താണ് ഇൻഡെക്സിങ് ഹെഡ്, എന്താണെന്നൊക്കെ പറയാം. ഓക്കെ, ഇൻഡെക്സിങ്, വാട്ട് യു മീൻ ബൈ ഇൻഡെക്സിങ്? അപ്പോൾ നമുക്കൊരു ഗിയർ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഗിയർ മാനുഫാക്ചറിങ് ചെയ്യണം. ലൈക്ക്, സോ വൈൽ ഗിയർ മാനുഫാക്ചറിങ്, നമുക്ക് ഗിയറിൻ്റെ ടീത്ത് അറിയാമല്ലോ അല്ലേ? ഗിയറിൻ്റെ ടീത്ത് കണ്ടിട്ടുണ്ട്. ഒരു ഗിയർ കണ്ടിട്ടില്ല എല്ലാവരും? ഗിയർ കാണാത്ത ആരുമില്ലല്ലോ. ഗിയർ ഒരു ഗിയറിൻ്റെ ടീത്ത്സ് തമ്മിലുള്ള സ്പേസിങ്സ് അല്ലേ, ഈ കാര്യങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം അല്ലേ. ദർ ഷുഡ് ബി എ പെർഫെക്റ്റ് സ്പേസിങ്സ് ബിറ്റ്വീൻ ഈച്ച് ടീത്ത്, റൈറ്റ്? അപ്പം അങ്ങനെ ഒരു പർട്ടിക്കുലർ സർക്കംഫറൻസിൽ, ഒരു പർട്ടിക്കുലർ പെരിഫറിയിൽ നമ്മൾ ഈക്വലായിട്ട് നമ്പർ ഓഫ് പാർട്സ് ഡിവൈഡ് ചെയ്ത് ഒരു സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ we will call it as indexing. So indexing is the method of dividing the periphery of a workpiece. Okay, ഒരു പീസ്, ഒരു വർക്കിൻ്റെ പീസിൽ അതിൻ്റെ പെരിഫറിയിൽ, ഒരു വർക്ക് പീസിൻ്റെ പെരിഫറി നമുക്ക് കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. സോ indexing head is actually a device which is used for dividing the periphery. Okay, indexing head is a device which is used for dividing the periphery of the work pieces into any number of equal division. Actually, okay, any number of equal division, that is known as indexing and indexing head. Okay, indexing എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. ഒരു പെർട്ടിക്കുലർ വർക്ക് പീസിനെ, അതിൻ്റെ പെരിഫറീനെ നമ്മൾ എത്ര വേണമെങ്കിലും ഈക്വൽ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. സോ വി യൂസ് ഇൻഡെക്സിങ് ഹെഡ്. Indexing head is a device which is used for dividing this periphery, okay, of a workpiece into any number of equal divisions. Okay, so actually indexing is necessary for cutting gears, splines on shafts, helical grooves on drills. Okay, അങ്ങനത്തെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ആണ് നമുക്ക് ഇൻഡെക്സിങ് നെസസറി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇൻഡെക്സിങ് ഓപ്പറേഷൻസ് ക്യാൻ ബി അഡാപ്റ്റഡ് ഫോർ കട്ടിംഗ് ഗിയേഴ്സ്, റാച്ചറ്റ് വീൽസ്, കീവേസ്, ഫ്ലൂട്ട് ഡ്രിൽസ്, ടാബ്സ്, റീമേഴ്സ്. ഈ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വി നീഡ് ഇൻഡെക്സിങ് ഓപ്പറേഷൻ. ബിക്കോസ് ഈ പറയുന്ന എല്ലാ കാര്യത്തിലും ഒരു ഈക്വൽ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഈക്വൽ സ്പേസിംഗ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അല്ലേ, റൈറ്റ്? So the attachment used for performing indexing is known as indexing head. Okay, the attachment used for performing indexing, or the device which is used for dividing the periphery of the workpiece into any number of equal divisions, okay, is called indexing head. Okay, and indexing head ne നമുക്ക് വേറൊരു പേരിൽ കൂടി വിളിക്കാം. ഇൻഡെക്സിങ് ഹെഡ് ഈസ് ഓൾസോ നോൺ ആസ് ഡിവൈഡിങ് ഹെഡ്. ഓക്കെ, ശരിക്ക് ഈ ഇൻഡെക്സിങ് ഹെഡ് എന്ന് പറയുന്നത്
Actually, this indexing head is clamped to the table. Table നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക ഇൻഡെക്സിങ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡെക്സിങ് ഹെഡ് ഇസ് ക്ലാമ്പ് ടു ദ ടേബിൾ. വി വിൽ യൂസ് എ ടീ ബോൾട്ട് ടു ക്ലാമ്പ് ദ ഇൻഡെക്സിങ് ഹെഡ്. അപ്പം ഇൻഡെക്സിങ് ഹെഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്: പ്ലെയിൻ ഓർ സിമ്പിൾ ഡിവൈഡിങ് ഹെഡ്, യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ്. പ്ലീസ് നോട്ട് ദാറ്റ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഇൻഡെക്സിങ്ങിൻ്റെ ടൈപ്സ് അല്ല, ഇൻഡെക്സിങ് ഹെഡിൻ്റെ ടൈപ്പാണ്. ഓക്കെ, ഇൻഡെക്സിങ് ഹെഡ് ഈസ് എ ഡിവൈസ്, നോട്ട് ദ പ്രോസസ്. പ്രോസസ് അല്ല, ഇൻഡെക്സിങ് പ്രോസസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. അതല്ല പറയുന്നത്, ഇൻഡെക്സിങ് ഹെഡിൻ്റെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്, സിമ്പിൾ ആൻഡ് യൂണിവേഴ്സൽ. ഓക്കെ, ഓക്കെ. നൗ പ്ലെയിൻ ഓർ സിമ്പിൾ ഡിവൈഡിങ് ഹെഡ്. സാധാരണ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിവൈഡിങ് ഹെഡ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, പ്ലെയിൻ ഓർ സിമ്പിൾ ഡിവൈഡിങ് ഹെഡ്. ഓക്കെ, നിങ്ങൾ ഫിഗർ കാണാൻ പറ്റത്തില്ലേ? പ്ലെയിൻ ഓർ സിമ്പിൾ ഡിവൈഡിങ് ഹെഡ്. ഓക്കെ, അപ്പം നമ്മളൊരു ഗിയർ പ്രൊഡക്ഷൻ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൽ ഗിയർ ഫോം ചെയ്യുന്നതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു type of dividing head ആണ് simple or plain dividing head, and it is this dividing head, plain dividing head is hand operated. Okay, ഒരു സിമ്പിൾ ഇൻഡെക്സിങ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിങ് ഉണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സിങ്ങിൽ ഒരു ടൈപ്പ് ഓഫ് ഇൻഡെക്സിങ് ആണ് സിമ്പിൾ ഇൻഡെക്സിങ്. സോ ദിസ് സിമ്പിൾ ഓർ പ്ലെയിൻ ഡിവൈഡിങ് ഹെഡ് ഈസ് യൂസ്ഡ് ഫോർ സിമ്പിൾ ഇൻഡെക്സിങ് ആൻഡ് ഇറ്റ് ഈസ് എ ഹാൻഡ് ഓപ്പറേറ്റഡ്. ഓക്കെ, മനസ്സിലാക്കുക, ഡിവൈഡിങ് ഹെഡിൻ്റെ ടൈപ്സ് ആണ് ഞാൻ പറയുന്നത്. സോ ദ ടൈപ്സ് ഓഫ് ഡിവൈഡിങ് ഹെഡ്സ് ആർ ജനറലി യൂസ്ഡ് ഇൻ ആസ് സിമ്പിൾ ഡിവൈഡിങ് ഹെഡ് ആൻഡ് യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ്. അതിൽ സിമ്പിൾ ഡിവൈഡിങ് ഹെഡ് പറയുകയാണെങ്കിൽ സിമ്പിൾ ഡിവൈഡിങ് ഹെഡ് ഈസ് ഹാൻഡ് ഓപ്പറേറ്റഡ്. അത് ഒരു സിമ്പിൾ ഇൻഡെക്സിങ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഡെക്സിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, simple dividing head has a cylindrical spindle. Okay, spindle cylindrical ആയിരിക്കും, നിങ്ങൾക്ക് കാണാം, സ്പിൻഡിൽ കാണാൻ പറ്റുന്നുണ്ട്, റൈറ്റ്? സോ a simple dividing head has cylindrical spindle. Spindle is held in the body എന്ന് പറയാം അല്ലേ, and is held in the body, right? നമ്മുടെ ബേസ്, അതായത് ഈ ടോട്ടൽ സിമ്പിൾ ഡിവൈഡിങ് ഹെഡിൻ്റെ ബേസ് ഓഫ് ദിസ് ഡിവൈഡിങ് ഹെഡ് ഇസ് ബോൾട്ടഡ് ടു ദ മെഷീൻ ടാബ്. ഓക്കെ, ഇത് മെഷീൻ ടാബിളിൽ ബോൾട്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇതിൻ്റെ താഴെ ടേബിളാന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, മെഷീൻ ടേബിൾ ആണെങ്കിൽ മെഷീൻ ടേബിളിൽ ഇത് ബോൾട്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക, റൈറ്റ്? സിമ്പിൾ ഡിവൈഡിങ് ഹെഡ്. ഓക്കെ, ബേസ് ഓഫ് ദ ഡിവൈഡിങ് ഹെഡ് ഇസ് ബോൾട്ടഡ് ടു ദ മെഷീൻ ടാബിൾ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇൻഡെക്സ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു സാധനമുണ്ട്. ഓക്കെ, ഇൻഡെക്സ് പ്ലേറ്റ് അത് നമ്മുടെ സ്പിൻഡിലിൻ്റെ ലെഫ്റ്റ് എൻഡിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇൻഡെക്സിങ് ഹെഡ് ഈസ് കണക്റ്റഡ് ടു ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ സ്പിൻഡിൽ. ഓക്കെ, റൈറ്റ്. അപ്പം ഇനി ഇൻഡെക്സിങ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഒരു സർക്കുലർ പ്ലേറ്റ് ആണ്. ഓക്കെ, അതിൽ കുറേ സ്ലോട്ട്സ് ഉണ്ടാവും. ഓക്കെ, അതായത് ഈ പെരിഫറിയിൽ കൃത്യമായിട്ട് ഈക്വലായിട്ട് സ്പേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ലോട്ട്സ് ഉണ്ടാവും. ആക്ച്വലി ഇറ്റ് ഈസ് ഓഫ് 24 to 12 സ്ലോട്ട്സ് എന്നാണ് പൊതുവെ സിമ്പിൾ ഡിവൈഡിങ് ഹെഡിൽ ഉണ്ടാവുക. ഓക്കെ, ഒരു സിമ്പിൾ ഡിവൈഡിങ് ഹെഡിലുള്ള ഇൻഡെക്സിങ് പ്ലേറ്റ് ഈസ് എ സർക്കുലർ പ്ലേറ്റ് ഹാവിങ് ഈക്വലി സ്പേസ്ഡ് സ്ലോട്ട്സ് ഓൺ ദ പെരിഫറി എന്നാണ് പറയാം. ഓക്കെ, ഈ സ്ലോട്ട്സ് എന്ന് പറയുന്നത് 24 to 12 സ്ലോട്ട്സ് വരെയാണ് ഉണ്ടാവുക. ഓക്കെ, റൈറ്റ്. നിങ്ങൾക്കൊരു ഐഡിയ ഇൻഡെക്സിങ് പ്ലേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഐഡിയ മനസ്സിലാകുന്നുണ്ടോ? യു നോ വാട്ട് ഇസ് ഇൻഡെക്സിങ് പ്ലേറ്റ്? ഇതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് എൻ ഇൻഡെക്സിങ് പ്ലേറ്റ്. Can see, right? കാണാൻ പറ്റുന്നില്ലേ ഇൻഡെക്സിങ് പ്ലേറ്റ്? അപ്പോൾ ഇതിൽ ഇൻഡെക്സിങ് പ്ലേറ്റ് അല്ലെ, ഒരു സർക്കുലർ പ്ലേറ്റ് ആണ് ഇൻഡെക്സിങ് പ്ലേറ്റ്. ഇതിൽ ഒരു സിമ്പിൾ ഡിവൈഡിങ് ഹെഡിൽ ഉപയോഗിക്കുന്ന
ഇൻഡെക്സിങ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഓൺലി സിമ്പിൾ ഡിവൈഡിങ് ഹെഡിൽ ഉപയോഗിക്കുന്ന ഇൻഡെക്സിങ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാവ് indexing plate will have a circular plate that is having 24 to 12 slots. Okay. Yeah, indexing plate is circular plate having 24 to 12 slot. A handle is connected to the back end of the spindle. Okay. Handle back end of the spindle ആണ്. Spindle ഉണ്ട്, ബോഡി ആണ്, bolt അല്ലെ held in a body. അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, അതായത് സ്പിൻഡിലിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻഡെക്സിങ് പ്ലേറ്റ് ഉണ്ട്. അതിന് ബാക്കിലായിട്ട് ഓക്കെ, അത് ബാക്ക് എൻഡ് ഓഫ് ദ സ്പിൻഡിലിൽ ഒരു ഹാൻഡിൽ ഉണ്ട്. പൊതുവെ അത് ഇൻഡെക്സ് ക്രാങ്ക് എന്ന് വേണേൽ പറയാം. ഓക്കെ, ഇൻഡെക്സ് ക്രാങ്ക്. ഓക്കെ, ഹാൻഡിലിന് ഇൻഡെക്സ് ക്രാങ്ക് എന്ന് വേണേൽ പറയാം. ഓക്കെ, ഇനി ഈ ഇൻഡെക്സിങ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, സ്പിൻഡിൽ ഈസ് റൊട്ടേറ്റഡ്. എത്ര നമുക്ക് എമൗണ്ട് വേണോ അത്രയും എമൗണ്ട് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അതൊരു പൊസിഷനിൽ വെക്കും. സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു പൊസിഷനിൽ വെക്കും. ആ പൊസിഷനിൽ ക്ലാമ്പ് ചെയ്തിട്ടാണ് വെക്കുക. ദാറ്റ് ക്ലാമ്പിങ് ഈസ് ഡൺ ബൈ യൂസിങ് എ ലോക്കിംഗ് പിൻ. ഓക്കെ, ദ ക്ലാമ്പിങ് ഓഫ് ദിസ് ഇൻഡെക്സ് പ്ലേറ്റ് അല്ലെ, ഇൻഡെക്സ് പ്ലേറ്റിൽ ഒരു സ്ലോട്ടിൽ ഏതെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ കുറേ സ്ലോട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇനി വൺ ഓഫ് ദ സ്ലോട്ട്സിൽ നമ്മൾ ഒരു ലോക്കിംഗ് പിന്ന് വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യും. ഓക്കെ, എന്നെ ഫോളോ ചെയ്യുന്നില്ലേ? ഞാനത് വളരെ പതുക്കെ പറയുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ ദിസ് ലോക്കിംഗ് പിൻ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്ക് ഹിഞ്ച് ചെയ്താണ് വെക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ലോക്ക് ചെയ്യുന്ന അല്ലെ, ലോക്കിംഗ് കറക്റ്റ് ആയിരിക്കും. സോ ദ വർക്ക് ഈസ്, നമ്മൾ വർക്ക് നമ്മൾ ഒരു സാധാരണ ഒരു ചക്കിലോ അല്ലെങ്കിൽ നമുക്ക് അല്ലെ സെന്റേഴ്സിലോ വെക്കുന്നത് പോലെ നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഈ ഏതെങ്കിലും ഒരു സൈഡ്, അതായത് നമ്മുടെ വർക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന വിൽ സേ ലൈവ് സെന്റർ ആൻഡ് ഡെഡ് സെന്റർ, റൈറ്റ്? ഒന്ന് ലൈവ് സെന്റർ, ഒന്ന് ഡെഡ് സെന്റർ ആണ് അല്ലെ. സോ ഈ ലൈവ് സെന്റർ എന്ന് പറയുന്നത് സ്പിൻഡിലിന്റെ നോസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അല്ലെ, ഫിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഡെഡ് സെന്റർ എന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡ്, റൈറ്റ്? സോ ഇത് നമ്മൾ സാധാരണ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് we will rotate this total spindle so that required amount of the work will be rotated. അപ്പം അതിൻ്റെ സ്പേസിങ് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഒരു പ്ലെയിൻ ഓർ സിമ്പിൾ ഡിവൈഡിങ് ഹെഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ഇൻഡെക്സിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇൻഡെക്സിങ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സിമ്പിൾ ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ വി ആർ ജസ്റ്റ് സേയിങ് അബൌട്ട് ദിസ് ഡിവൈഡിങ് ഹെഡ്. ആ ഒരു ഡിവൈസിനെ പറ്റിയാണ് ഞാൻ പഠിക്കുന്നത്. സോ ഡിവൈഡിങ് ഹെഡിൽ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ആ പാർട്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ ഡിവൈഡിങ് ഹെഡ് ഇസ് എ ഡിവൈസ് വിച്ച് is used for doing this indexing അല്ലെ. ഒരു പെർട്ടിക്കുലർ പെരിഫറീനെ ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ആക്ച്വലി ദിസ് ഡിവൈഡിങ് ഹെഡ് എന്ന് പറഞ്ഞാൽ. അതിൽ ഒരു ടൈപ്പ് ഓഫ് ഇൻഡെക്സിങ് ഡിവൈഡിങ് ഹെഡിനെയാണ്, അല്ലെങ്കിൽ ഇൻഡെക്സിങ് ഹെഡിനെയാണ് നമ്മൾ പ്ലെയിൻ ഓർ സിമ്പിൾ ഇൻഡെക്സിങ് ഹെഡ് അല്ലെങ്കിൽ ഡിവൈഡിങ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്? അപ്പം ഒരു സിമ്പിൾ ഡിവൈഡിങ് ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് ആക്ച്വലി യു ക്യാൻ ഡിവൈഡ് ഒരു പർട്ടിക്കുലർ പെരിഫറിയിലെ ഒരു പർട്ടിക്കുലർ വർക്ക് പീസിനെ നമുക്ക് ഒരു മാക്സിമം ഓഫ് 12 എന്നുള്ള രീതിയിൽ നമുക്ക് പൊതുവെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പർട്ടിക്കുലർ സർഫറൻസ് ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ഡിവിഷൻസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഒരു സിമ്പിൾ ഡിവൈഡിങ് ഹെഡ് വെച്ചിട്ട്. ഓക്കെ, ഇനി എന്താണ് ഒരു യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ് എന്ന് പറയുന്നത്? ഓക്കെ, യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ്, ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയാണ്. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ, വേറൊന്നും particularly for indexing spindle is rotated. Okay, clamping is done അല്ലെ, അതൊക്കെ ഞാൻ പറഞ്ഞു. സിമ്പിൾ ഹെഡ്
simple dividing head is used for the workpiece which requires smaller number of divisions. Okay, ഇത് ഈ ഒരു പോയിന്റ് ആണ് ഞാൻ ലാസ്റ്റ് ഉദ്ദേശിച്ചത്. ഓക്കെ, സിമ്പിൾ ഡിവൈഡിങ് ഹെഡ് ഈസ് യൂസ്ഡ് ഫോർ വർക്ക്പീസ് വിച്ച് റിക്വയർസ് എ സ്മോളർ നമ്പർ ഓഫ് ഡിവിഷൻസ്. അതായത് പൊതുവെ സ്മോളർ നമ്പർ ഓഫ് ഡിവിഷൻസിന് നമുക്ക് വളരെ കുറച്ച് നമ്പർ ഓഫ് ഡിവിഷൻസ് മാത്രം ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സിമ്പിൾ ഡിവൈഡിങ് ഹെഡ് ഉപയോഗിക്കുന്നത്. മോസ്റ്റ്ലി 2, 3, 4, 5, 6, 8 and 12 എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്പർ ഓഫ് ഡിവിഷൻസ് വിച്ച് ക്യാൻ ബി ഇൻഡെക്സ്ഡ്. ഓക്കെ, ഒരു നമുക്ക് ഇൻഡെക്സിങ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയാണ്. അതായത് ഒരു ഇത് ഉദ്ദേശിക്കുന്നത് 2, 3, 4, 6, 8, 12 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ? ഡിവിഷനാണ്, എത്ര ഡിവിഷനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ബൈ യൂസിങ് a simple dividing head, the divisions we can do. Okay, the number of divisions we can indexed by using a plain dividing head is 2, 3, 4, 6, 8 and 12. Okay, confusion illalo? Okay sir. കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇനി ഒരു യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചോ. യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ്, ദിസ് ഇസ് വാട്ട് യു സീ എ യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ്. ഓക്കെ, സോ യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ബട്ട് യൂണിവേഴ്സൽ ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ട് നമുക്കിത് ഡിവൈഡിങ് ഹെഡിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇറ്റ് ആക്ട്സ് ആസ് എ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. Actually, okay, it acts as a work holding device. It holds workpiece in vertical, horizontal and inclined positions എന്നാണ് പറയുന്നത്. അല്ലേ? ഓക്കെ, ഒരു റെഗുലർ വർക്ക് പീസിന് ഒരു റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ നമുക്ക് ഇൻഡെക്സിങ് ചെയ്യാൻ പറ്റും ഒരു യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ് ആണെങ്കിൽ. ഓക്കെ, ഒരു കണ്ടിന്യൂസ് റൊട്ടേറ്ററി മോഷൻ നമുക്ക് ഒരു വർക്ക് പീസിന് ഹെലിക്കൽ ഗ്രൂസ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു ടൈപ്പ് യൂസിന് നമുക്ക് ഒരു യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മേലെ കാണുന്നതാണ് ഒരു യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാവ് എ ഹാൻഡിൽ, ഇറ്റ് ഹാസ് എ ഇൻഡെക്സ് പ്ലേറ്റ്. യു ക്യാൻ സീ റൈറ്റ്, ഒരു ഇൻഡെക്സ് പ്ലേറ്റ് ഉണ്ട്, ഒരു ഹാൻഡിൽ ഉണ്ട്. ഹാൻഡിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വി ക്യാൻ സേ ഇൻഡെക്സ് ക്രാങ്ക് എന്ന് വേണേൽ പറയാം. ഓക്കെ, ഇൻഡെക്സ് ക്രാങ്ക്. ഓക്കെ, then you have a shaft. Okay, worm shaft. Okay, worm shaft. Then you have a worm shaft എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? worm shaft, is there anyone? worm shaft, worm എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത? അറിയില്ലേ? അറിയാം. ഓക്കെ, അപ്പം worm shaft, worm എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, സ്ലോവർ മോഷനിൽ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് വേം ഗിയർ എന്ന് പറയുന്നത്. സോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡിൽ യു ക്യാൻ സീ ലൈക്ക് ആസ് യു സീ ദിസ് ഫിഗർ, ദർ ഈസ് എ ഷാഫ്റ്റ്, വേം ഷാഫ്റ്റിന്റെ ഒരു സൈഡായിട്ട് ഇൻഡെക്സ് പ്ലേറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഇൻഡെക്സ് പ്ലേറ്റ് യു നോ ദാറ്റ് ദർ വിൽ ബി ഡിഫറെന്റ് നമ്പർ ഓഫ് സ്ലോട്ട്സ് അല്ലെ, സ്ലോട്ട്സ് ഉണ്ടാവും. ലൈക്ക്വൈസ് ദേ വിൽ ബി ഹാവിങ് എ ഹാൻഡിൽ. ഓക്കെ, ഈ ഹാൻഡിലിൻ്റെ ഈ ഒരു പാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഹയർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്, ഈ ഒരു പർട്ടിക്കുലർ പാർട്ട്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ക്രാങ്ക് പിൻ, ദെൻ യു ഹാവ് എ സെക്ടർ ആംസ്, ഇൻഡെക്സ് പ്ലേറ്റ് ആൻഡ് കോൺസെൻട്രിക് ഹോൾ സർക്കിൾസ്. ഓക്കെ, അത് ഈ ഒരു പർട്ടിക്കുലർ പാർട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. റൈറ്റ്, നൗ ആക്ച്വലി നിങ്ങൾക്കത് ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്, ഈ ഹാൻഡിൽ തിരിക്കുന്ന സമയത്ത് ദിസ് ടോട്ടൽ ഷാഫ്റ്റ് വിൽ ബി റൊട്ടേറ്റിംഗ്. റൈറ്റ്, ഈ ഷാഫ്റ്റ്, ഈ അതായത് വേം ഷാഫ്റ്റിൻ്റെ ഒരു എൻഡിൽ വേം ഉണ്ടാവും. ഈ വേം നമ്മളൊരു വേം ഗിയർ കറക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദിസ് വേം ഗിയർ വിൽ ബി റൊട്ടേറ്റിംഗ് ഓൺ ദിസ് വേം. റൈറ്റ്, സോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യും. റൈറ്റ്, ഇൻ എ സ്ലോവർ മോഷൻ. അപ്പം ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. ദെൻ ദിസ് സ്പിൻഡിൽ, ഈ ഇതാണ് സെന്റർ. ഇപ്പൊ ഈ സ്പിൻഡിൽ കറങ്ങുന്ന സമയത്ത് ഈ സെന്ററിൽ വെച്ച വർക്ക് പീസ് കറങ്ങും. റൈറ്റ്, ഓക്കെ, ഇനി ഡൗട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാനിപ്പോ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ മാത്രം? വളരെ സ്പീഡായി പോയോ പറഞ്ഞത്?
ഇല്ല. ഓക്കെ, ഫൈൻ അല്ലേ? അതായത് നമുക്കൊരു ഇൻഡെക്സിങ് ചെയ്യുന്ന സമയത്ത് വി വിൽ യൂസ് എ യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ്. യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, it have some parts like worm shaft will be there. One side of the worm shaft will be having a worm connection, okay, which is connected to a worm gear, and this worm gear will be on the spindle. As worm gear rotates, spindle rotates. Spindle will be connected to the live center so that whatever work is held on the center will be rotating. Okay, അങ്ങനെയാണ് ഒരു യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ് എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നത്. എന്താണ് സെക്ടർ ആം എന്ന് ചോദിച്ചാൽ, വാട്ട് യു മീൻ ബൈ എ സെക്ടർ ആം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്ടർ ആം എന്ന് പറയുന്നത് നമുക്ക് എത്ര ഹോള് മുതൽ, ഇപ്പം നമ്മൾ ഒരു ഹോള് ചൂസ് ചെയ്തു, അടുത്തത് ഈ ഷാഫ്റ്റ് എത്ര റൊട്ടേറ്റ് ചെയ്യണം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ റൊട്ടേഷൻ അനുസരിച്ചിട്ടാണ്. ഓക്കെ, ഹൗ മച്ച് റൊട്ടേഷൻ വി ഷുഡ് ഗിവ് എന്നുള്ളത്. അതിന് നമ്മൾ ഈ ഹോൾസ് എണ്ണേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ ഹെൽപ്പ്, ദിസ് സെക്ടർ ആംസ് വിൽ ഹെൽപ്പ്. ഓക്കെ, സോ സെക്ടർ ആംസ് ആർ യൂസ്ഡ് ഫോർ അവോയ്ഡിങ് ദ കൗണ്ടിങ് ഓഫ് ഹോൾസ് എന്ന് വേണേൽ പറയാം. ഓക്കെ, 2 റേഡിയൽ ആമാണ് ഒരു സെക്ടർ ആമിന് ഉണ്ടാവുക. യു ക്യാൻ സി, ഒരു സെക്ടർ ആമിന് 2 റേഡിയൽ ആമാണ് ഉണ്ടാവുക. 2 radial arm will be there for a sector. Okay, the sector has 2 radial arms എന്നാണ് പറയാം. ഓക്കെ, ഈ 2 ആംസ് തമ്മിൽ മൂവ്മെന്റ്, അതായത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയല്ലേ വേണ്ടു, റൈറ്റ്? ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡിൽ പറയാനുള്ളത്. ഓക്കെ, വിൽ ചെക്ക് ഇറ്റ് ഔട്ട്. യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ് യൂസ്ഡ് ഫോർ kind of indexing, right? Access a word holding device, hold workpiece in vertical, horizontal, inclined and positions relative to the table surface, used for indexing regular interval, can give a continuous rotatory motion, milling helical grooves എന്നൊക്കെ വരും. Main spindle is housed, okay, main spindle is housed on 2 accurate bearings. 2 accurate bearingsലാണ് ചെയ്തിരിക്കുന്നത് മെയിൻ സ്പിൻഡിൽ. എ വേം ഗിയർ ഈസ് കീഡ് ടു സ്പിൻഡിൽ. യു ക്യാൻ സീ എ വേം ഗിയർ ഈസ് കീഡ് ടു ദ സ്പിൻഡിൽ. സ്പിൻഡിലിന്റെ മേലെ കീ ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലെ, വേം ഗിയർ. യു ക്യാൻ സീ, റൈറ്റ്? വേം ഗിയർ ഈസ് കീഡ് ടു ദ സ്പിൻഡിൽ. A single threaded worm is mounted on the shaft. You can see this worm shaft. This is a single mounted, okay, single threaded worm. ഇതാണ് single threaded worm എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ സൈഡിൽ, ഈ ഷാഫ്റ്റിന്റെ സൈഡിലുള്ള worm ആണ്. ഓക്കെ, on the shaft measures with a worm gear which has 40 teeth. പൊതുവെ ഒരു യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡിൽ വേം ഗിയർ എന്ന് പറയുന്ന ഈ ഒരു ഗിയറിന് 40 ടീത്ത് ആണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, 40 turns of a crank will move the spindle by 1 complete revolution. Okay, 40 turns of the crank. ക്രാങ്ക് എന്ന് പറയുന്നത് ഹാൻഡിലാണ്. ഇതിന്റെ 40 റൊട്ടേഷൻ ആണ് അവിടുത്തെ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഈ ഒരു ഹാൻഡിൽ 1 ടൈം കറങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒരു വേം ഷാഫ്റ്റ് ഫുള്ളായിട്ട് ഒരു റൊട്ടേഷൻ കറങ്ങും. സോ ദാറ്റ് ദിസ് വേം വിൽ റൊട്ടേറ്റ്, ഒരു ടീത്ത് മാത്രം റൊട്ടേറ്റ് ചെയ്യും. അപ്പം സ്പിൻഡിൽ ജസ്റ്റ് ഒരു ചെറിയ റൊട്ടേഷൻ സംഭവിക്കും. ആർ യു ഏബിൾ ടു ഇമാജിൻ ദാറ്റ്? ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് കിട്ടിയോ? പ്രോപ്പർ അല്ലെ? ഒന്നും കൂടി പറയും. ഹലോ, യെസ്, പറ. ഐ നീഡ് യുവർ അറ്റൻഷൻ, ഐ നീഡ് യുവർ ഫീഡ്ബാക്ക്. കാരണം ഇത് പെട്ടെന്ന് മനസ്സിലാണോ? അതുകൊണ്ടാണ് പറഞ്ഞത്. റൈറ്റ്, ഞാൻ പറയുന്ന കാര്യം എന്തെങ്കിലും മിസ്റ്റേക്കിൽ ആയിട്ടുണ്ടോ? മിക്സ് ആയി പോയിട്ടുണ്ടോ? കുഴപ്പമില്ല. അതായത് ഗിയർ, ഈ കാണുന്ന വേം ഗിയറും ഈ താഴെയുള്ള സിംഗിൾ ത്രെഡഡ് വേമും തമ്മിൽ മിക്സ് ആവരുത്. ഓക്കെ, ദിസ് എ വേം ഗിയർ, അത് വൺ ഇസ് എ വേം, സിംഗിൾ ത്രെഡഡ് വേം. അപ്പോൾ ഒരു വേം ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു വേമിലായിരിക്കും, റൈറ്റ്? അപ്പം നമ്മൾ ഇവിടുത്തെ ഹാൻഡിൽ ഒരു ടോട്ടൽ 1 റെവല്യൂഷൻ ചെയ്യുമ്പം
ഇമാജിൻ ദിസ് വേം ഗിയർ ഹാവ് 40 ടീത്ത്. ഇവിടുത്തെ ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചെറിയൊരു ടീത്തിൻ്റെ റൊട്ടേഷനാണ്. സോ ഒരു കംപ്ലീറ്റ് സ്പിൻഡിലിൻ്റെ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സ്പിൻഡിൽ ഒരു ഫുൾ കറക്കൽ കറങ്ങുക എന്ന് പറയുന്നത് ഇൻഡെക്സിങ്ങിൻ്റെ, അതായത് ഈ ഒരു സംഭവം നമ്മൾ ഒരു 40 ടൈംസ് നമ്മൾ ടേൺ ചെയ്യുന്നതാണെന്നാണ് അർത്ഥം. ഓക്കെ, 40 ടേൺസ് ഓഫ് ദ ക്രാങ്ക് വിൽ മൂവ് ദ സ്പിൻഡിൽ ബൈ one complete revolution. So index plate is used for turning the crank for a fraction of revolution. അപ്പോൾ ഇൻഡെക്സ് പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, നമുക്ക് ഫ്രാക്ഷൻ ഓഫ് റെവല്യൂഷൻ വേണം എന്നുള്ള സമയത്താണ്. ഓക്കെ, നമുക്കിപ്പം 40നെ 20 കട്ടാക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിളാണ് അല്ലേ, നമ്മൾ 40 കറക്കം കഴിഞ്ഞാൽ ഒരു കറക്കും. അതേപോലെ നമുക്ക് ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിമ്പിളാണ്, ഡയറക്റ്റ് ഡിവൈഡിങ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണെങ്കിൽ അല്ലേ. 20/40 ഒക്കെ ചെയ്യാൻ സിമ്പിൾ അല്ലേ, വി ക്യാൻ ഡിവൈഡ് ഇറ്റ് റൈറ്റ്, ഡയറക്റ്റ്ലി ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലെ ഹാൻഡിൽ കറക്കിയാൽ മതി റൈറ്റ്. ഓക്കെ, ഇനി 24 എന്ന് വിചാരിച്ചു, 24 അങ്ങനെ ആ ഒരു രീതിയിലാണെങ്കിൽ വി നീഡ് ഇറ്റ് വിൽ ഗിവ് എ ഫ്രാക്ഷൻ റൈറ്റ്. 24/40 വിൽ ഗിവ് എ ഫ്രാക്ഷൻ റൈറ്റ്. ആ ഫ്രാക്ഷനെ മീൻസ് 40/24 ഒരു ഫ്രാക്ഷൻ വരും. ആ ഫ്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ടോട്ടൽ അതിപ്പം 24/40 ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കും. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ സെക്ടർ ആംസ് വെച്ചിട്ട് എത്രാമത്തെ ഹോളിൽ നമ്മൾ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതിനാണ് ശരിക്കും ഇൻഡെക്സ് പ്ലേറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ഇതാണ് ഇപ്പം നമ്മൾ പഠിച്ചതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സിങ്ങിൻ്റെ ഒരു മെയിൻ പാർട്ട് പഠിച്ചു എന്ന് പറയാം. സോ ഇൻഡെക്സ് പ്ലേറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദ bevel gear. This bevel gear can rotate freely over the worm shaft. അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇൻഡെക്സ് പ്ലേറ്റ് ഈസ് കെപ്റ്റ് സ്റ്റേഷനറി ബൈ ലോക്കിംഗ് പിൻ റൈറ്റ്. ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, ഇൻഡെക്സ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലോക്ക് ചെയ്തിട്ടാണുള്ളത് ഓൾറെഡി അല്ലേ. യെസ്, പറ. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സെക്ടർ ആംസ് ആർ യൂസ്ഡ് ഫോർ അവോയ്ഡിങ് കൗണ്ടിങ് അല്ലേ. കൗണ്ടിങ് അതായത് ഹോൾസ് കൗണ്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് സെക്ടർ ആംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് വി ഡു ഹാവ് 2 റേഡിയൽ ആംസ്. അപ്പം ആ റേഡിയൽ ആംസിൽ നമ്മൾ എവിടെ നിന്നാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ വിൽ ഷോ യു എ വീഡിയോ, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, സോ പ്ലെയിൻ ഇൻഡെക്സിങ്, ഡയറക്റ്റ് ഇൻഡെക്സിങ്, കോമ്പൗണ്ട് ഇൻഡെക്സിങ്, ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് എന്ന് പറഞ്ഞിട്ട് പല ഇൻഡെക്സിങ് ഉണ്ട്. നിങ്ങളുടെ സിലബസ് പ്രകാരം വി നീഡ് എ പ്ലെയിൻ ആൻഡ് സിമ്പിൾ ഇൻഡെക്സിങ് ആൻഡ് ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്. ഓക്കെ, ബട്ട് യു ഷുഡ് സ്റ്റഡി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സിങ് ലൈക്ക് പ്ലെയിൻ, ഡയറക്റ്റ്, കോമ്പൗണ്ട് ആൻഡ് ഡിഫറൻഷ്യൽ. ഓക്കെ, 3 ടൈപ്സ് ഓഫ് ഇൻഡെക്സിങ് ഉണ്ട്. ഇൻഡെക്സിങ് ആണ്, ഇൻഡെക്സിങ് ഹെഡ് അല്ല, ഇൻഡെക്സിങ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സിങ്. അപ്പം ഇൻഡെക്സിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു നമ്പർ ഓഫ് ഡിവിഷൻ അല്ലെ. നമ്പർ ഓഫ് ഡിവിഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമ്മൾ ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ സർക്കുലർ വർക്ക് പീസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ജസ്റ്റ് ഒരു പ്ലെയിൻ സിമ്പിൾ ഇൻഡെക്സിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം, then you will understand how is being done. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. റൈറ്റ്, എന്തായിരുന്നു ഇൻഡെക്സിങ് അല്ലേ. show you indexing, simple indexing itself I will show you so that it is over. Okay, simple indexing തന്നെ കാണിക്കാം. ഇതൊരു 11 മിനിറ്റുള്ള വീഡിയോ ആണ്, ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം ഇതിൻ്റെ ലിങ്ക്. ഓക്കെ, ജസ്റ്റ് I will show the main thing. Okay, are you able to കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ലൈവ് സെന്റർ. ഈ ഉള്ളിൽ കാണുന്നതാണ് നമ്മുടെ വേം ഗിയർ. ദിസ് ഈസ് ദ വേം. ഓക്കെ, ഈ കറുപ്പ് ബ്ലാക്ക് ആണ് വേം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഡെക്സ് പ്ലേറ്റ്. ദെൻ യു ഹാവ് സെക്ടർ ആം റൈറ്റ്. ഇതാണ് സെറ്റപ്പ്. ഓക്കെ, now I will show you. Yeah, that's it. ഇതിനാണ് സിമ്പിൾ ഇൻഡെക്സിങ് ഓർ പ്ലെയിൻ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കണ്ട ഒരു പ്രോസസ്സിനെയാണ് സിമ്പിൾ ഇൻഡെക്സിങ് ഓർ പ്ലെയിൻ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്.
ഡയറക്റ്റ്ലി നമ്മൾ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിന് കാണാൻ പറ്റുന്നില്ലേ റൊട്ടേഷൻ? ഇതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡെക്സിങ്ങിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡെക്സിങ് എന്ത്, ഒരു ഇൻഡെക്സിങ്ങിന് ആ ഒരു ഹെഡിൻ്റെ മൂവ്മെൻ്റ് ആണ് ഞാൻ നിങ്ങൾ കണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ഇൻഡെക്സിങ്ങിൻ്റെ ഒരു വ്യത്യാസം, അതിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ കാണിക്കാം. അത് 11 minutes ഉണ്ട്. അത് ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ ഫുള്ള്. ഓക്കെ, ഓക്കെ. കണ്ടോ, ഇവിടുത്തെ ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു അല്ലേ, ഈ റൊട്ടേഷൻ കണ്ടിട്ടില്ലേ? ജസ്റ്റ് സീ ദാറ്റ് അഗെയിൻ. നമ്മൾ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പം ദിസ് ജസ്റ്റ് ഒരു ടീത്താണ് റൊട്ടേഷൻ അല്ലേ. ഇതാണ് നമ്മുടെ ഷാഫ്റ്റിൽ റൊട്ടേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, റൈറ്റ്? ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ അല്ലെങ്കിൽ പ്ലെയിൻ ഇൻഡെക്സിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. കീ ടു സ്പിൻഡിൽ സോ ദാറ്റ് ടേൺസ് വിത്ത് സ്പിൻഡിൽ. ഈ ഒരു ടോട്ടൽ സെറ്റപ്പിനെയാണ് നമ്മൾ ഒരു സിമ്പിൾ ഇൻഡെക്സിങ് ഇത് മാത്രം മതി. യൂണിവേഴ്സൽ ആണെങ്കിൽ ഇത് കൂടാതെ ഹോൾഡിങ്ങും അതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇൻ സിമ്പിൾ ഇൻഡെക്സിങ് ദ റേഷ്യോ ഓഫ് ദ വേം ആൻഡ് വേം വീൽ ഈസ് 40:1. ഓക്കെ, 40:1 ആയിരിക്കും ഇതിന്റെ റേഷ്യോ. അതായത് ഇപ്പം 40:1 എന്ന് ഉദ്ദേശിക്കുന്നത് അറിയാലോ, നമ്മൾ ഇവിടുത്തെ ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടുത്തെ 40 റൊട്ടേഷൻ ആയിരിക്കും അവിടുത്തെ ഒരു റൊട്ടേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഇൻഡെക്സിങ് എന്ന് പറയുന്ന പാർട്ട്. ഓക്കെ, ഇൻഡെക്സിങ്ങിൽ നമുക്ക് ഇനി ചെറിയൊരു പാർട്ട് കൂടി ഉണ്ട്, ദാറ്റ് വി വിൽ ഡു. ഓക്കെ, എന്താണ് ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് എന്താണ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. വിൽ ടേക്ക് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം എന്താണ് ഇൻഡെക്സിങ്ങിൻ്റെ പാർട്ട്. ഡിഫറെൻറ്റ് പ്ലെയിൻ ഇൻഡെക്സിങ്ങും റാപ്പിഡ് ഇൻഡെക്സിങ്ങും കോമ്പൗണ്ട് ഇൻഡെക്സിങ് ആൻഡ് ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്ങിൽ ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് വ്യത്യാസമുണ്ട്. ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് മാത്രമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എന്താണ് ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്, എന്താണ് സിമ്പിൾ ഇൻഡെക്സിങ്ങുമായിട്ടുള്ള ഡിഫറൻസ്, ഹൗ ഇറ്റ് ഈസ് ഡൺ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, ഒരു 15 minute കൊണ്ട് കഴിയും. എന്തായാലും ടൈമില്ല. ഓക്കെ, വിൽ വാച്ച് ദ വീഡിയോ ഓഫ് ദാറ്റ് ഓൾസോ ഇഫ് പോസിബിൾ. ഓക്കെ, right.